പൊള്ളലേറ്റ നാടിന്റെ വിങ്ങൽ അവസാനിച്ചിട്ടില്ല. 5 മണിക്കൂർ മുമ്പാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. വിൽസൺ നമ്മളോട് എന്താണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ വിൽസൺ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്നില്ല അത് സംഭവിച്ചിരിക്കുന്നുവെന്ന്. അല്പസമയം മുമ്പ് തനിക്കൊപ്പം കളിച്ചിരി പറഞ്ഞ് ഈ കമ്പത്തിന്റെ മരുന്ന് നിറച്ചുകൊണ്ടിരുന്നവരിൽ പലരെയും കാണാനില്ല. 40 പേരാണ് 5 ഇടങ്ങളിലായിട്ട് ഈ കമ്പത്തിനുള്ള മരുന്ന് നിറച്ചുകൊണ്ടിരുന്നത്. അവരാണ് ക്ഷണനേരം കൊണ്ട് ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങളായി മാറിയത്. 13 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ 13 പേർക്ക് ദാരുണാന്ത്യം. പൂരത്തിനായി തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്നിടത്താണ് സ്ഫോടനമുണ്ടായത്. പൊള്ളലേറ്റ തൊഴിലാളികളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ചികിത്സയിലുള്ളവരിൽ 5 പേരുടെ നില ഗുരുതരമാണ്. 3 മണിയോടെയാണ് സ്ഫോടനമുണ്ടായത്. 4 വെടിക്കെട്ടുപുരകളും കത്തി നശിച്ചു. മണിക്കൂറുകളോളം പ്രദേശത്ത് തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായി. ആദ്യം ആ കാഴ്ചയിലേക്ക് വരാം. യഥാർത്ഥത്തിൽ പൂരം നേരത്തെ വന്നോ അതല്ലെങ്കിൽ ഭൂകമ്പമുണ്ടായോ? എന്താണ് സംഭവിച്ചതെന്നറിയാതെ മുണ്ടത്തിക്കോട്ട് പരിസരവാസികൾ 3 മണിയാകുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ശബ്ദം കേൾക്കുന്നു. ജനൽച്ചില്ലുകളിൽ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. വീട് കുലുങ്ങുന്നത് പോലെ സമീപവാസികൾക്ക് തോന്നുന്നു. ആ ദൃശ്യം ഇതായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഓടിക്കൂടിയ മനുഷ്യർക്ക് ആർക്കും ബോധ്യമായില്ല. മുണ്ടത്തിക്കോട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 4 പ്രധാനപ്പെട്ട ഷെഡുകളിലെ കരിമരുന്ന് പുരയ്ക്ക് തീപിടിച്ചു. അന്താളിച്ചു നിന്ന മനുഷ്യർ ചിലരെങ്കിലും ആ ദൃശ്യങ്ങൾ ക്യാമറയ്ക്കുള്ളിലാക്കി. പക്ഷേ ആ പരിസരത്തേക്ക് അടുത്തു പോകാനോ അവിടെ രക്ഷാപ്രവർത്തനം നടത്താനോ അവർക്കാർക്കും കഴിയുമായിരുന്നില്ല. നിമിഷങ്ങൾ കഴിയുന്തോറും സ്ഫോടനത്തിന്റെ അളവ് കൂടിക്കൂടി വന്നു. തെങ്ങോല നിലയിലേക്ക് തീ പടർന്നു പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ സമയത്ത് ദുരന്ത സ്ഥലത്തെ വാർത്തയെറിഞ്ഞ് ആദ്യം ഓടിയെത്തിയത് റിപ്പോർട്ടർ വാർത്താ സംഘമാണ്. ജെയ്സൺ തത്സമയ വാർത്താ റിപ്പോർട്ടിങ്ങിനിടെ ഉഗ്രശബ്ദത്തോടെ നിരവധി തവണ പൊട്ടിത്തെറികൾ ഉണ്ടായത് ഞങ്ങളുടെ പ്രതിനിധി അടക്കം ജെയ്സൺ അടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്താണ്. അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്ന ഉദ്യോഗസ്ഥരടക്കം പിന്തിരിയേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ ആദ്യം വെടിപൊട്ടിക്കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞുള്ള ദൃശ്യമാണ്. അതായത് 1.5 മണിക്കൂർ നേരം ഈ പരിസരത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായി ഒരു ഉദ്യോഗസ്ഥനും നാട്ടുകാർക്കും കടക്കാൻ കഴിയുമായിരുന്നില്ല. അത്രമേൽ സങ്കീർണമായിരുന്നു രക്ഷാപ്രവർത്തനം. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും നടത്തിയ തെരച്ചിലിൽ ചിന്നിച്ചിതറിയ നിലയിൽ നിരവധി ശരീരഭാഗങ്ങൾ കണ്ടെത്തി. അതായിരുന്നു വല്ലാത്തൊരു കാഴ്ച. വയോധികരും സ്ത്രീകളുമടക്കം 40ഓളം തൊഴിലാളികളാണ് ആ വെടിക്കെട്ടുപുരയിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും മലയാളികളായിരുന്നുവെന്ന് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട വിൽസൺ പറഞ്ഞു. വിൽസൺ ആ സമയത്ത് അപകടം നടക്കുന്ന സമയത്ത് സെക്കൻഡുകൾ കൊണ്ട് മാത്രം രക്ഷപ്പെട്ട തൊഴിലാളിയാണ്. വിൽസണോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ജീവനോടെയില്ല. അവരിൽ പലരെയും തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ല. വിൽസൺ പറയുന്നത് കേൾക്കാം. 2:40 ഉള്ളില് പെട്ടെന്നുള്ള ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ നിൽക്കുന്നിടത്ത തിരി കെട്ടിയിട്ടുണ്ടാവും. ചൂടേ കാരണം ഞാൻ തിരി എടുത്തിടുക. ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞാൽ തിരി പെട്ടെന്ന് ഉണങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നൊരടി എൻ്റെ നോക്കി ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലായി ചലിച്ചു. ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നറവ് ഷെഡ് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നറവ് ഷെഡ്. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ നിന്നില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വന്നെ എടുത്തു കൂട്ടി. മലയാളികളല്ലാതെ ഇല്ല, ഒക്കെ നമ്മൾ മലയാളികളാണ്. വേറെ പുറമെന്ന് അങ്ങനെയൊന്നുമില്ല. ഇതിലേറ്റവും വലിയ ഒരു വിഷമം എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കെമിക്കലും മറ്റേ നിയമത്തിന് വിരുദ്ധമായിട്ടില്ല. അപ്പോൾ 99% ഈ തീ പോലുള്ള വേര് ചൂടായിട്ട് ഈ തിരി അല്ലെങ്കിൽ കടുമരുന്ന് തീ ഓൾറെഡി വെയിറ്റില്ലോ. തൃശ്ശൂർ പൂരത്തിനുള്ള എല്ലാ സാമഗ്രികളും ആ സാധനങ്ങളാണ് എല്ലാം. സാമ്പിളിന് എല്ലാ സാധനങ്ങളും പൊതിഞ്ഞ് യാതൊരു കുഴപ്പമില്ല.
ഇനി നാളത്തെ കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം ആകുമ്പോൾ സാമ്പിളിൻ്റെ ലോഡ് ചെയ്യുക. ഒരു വെപ്പറോളം അതിലേക്കുള്ള സാമഗ്രികളെല്ലാം ഇപ്പോൾ എല്ലാ കാര്യവും ഒരു വെപ്പറോളല്ലാതെ വളരെ ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അതെല്ലാം ഇപ്പോൾ വെടിക്കെട്ടിൽ പോയി എന്നല്ലേ, എല്ലാം പോയി. ഇത് എന്താവും കാരണം തോന്നുന്നത്? കാരണം 99% ഈ കളത്തിൽ തിരിയാണ് ഞാൻ നിൽക്കുന്നിടത്ത് കത്തിയത്. ഒന്നിങ്ങെ ചൂടിന് ലെൻസ് പോലെ ഇതുമ്മ ചെന്ന് അടിച്ചിട്ടാവണം. കാരണം ഈ കടിമരുന്ന്, കാരണം ഇത് വെയിലത്ത് കിടന്ന് ഉണങ്ങണം. അതെന്തായാലും ഓൾറെഡി ചെയ്യണം. അപ്പം ഞാൻ നിൽക്കണോടത്ത് ഈ പെട്ടെന്നൊരു തീ പോലെ വന്ന് അടിച്ചതിൻ്റെ പേരാണ് ഞാൻ പറയുന്നത്. അത്ര മാത്രം അറിയില്ല. കാരണം എൻ്റെ ഈ കളത്തിൽ കിടക്കണോടത്ത് തിരി മാത്രമല്ല, തിരി കത്തിയത്. അതിപ്പോൾ എത്ര ചൂടായാലും ഏത് വേനൽക്കാലത്ത് തിരി വെയിലത്ത് കിടന്ന് ഉണങ്ങണം. പക്ഷെ ആദ്യം വന്നത് എൻ്റെ അടുത്ത്, ആ കളത്തിൽ എൻ്റെ അടുത്ത് തിരി കത്തിയത്. വിൽസനോടൊപ്പം പണിയെടുത്തിരുന്ന മനുഷ്യരെ കൂടി പ്രേക്ഷകർ കാണണം. അവരിൽ ആര് എത്ര പേർ ഇപ്പോൾ ജീവനോടെയുണ്ടെന്ന് നമുക്ക് നിശ്ചയമില്ല. 9 പേരുടെ മൃതദേഹങ്ങളാണ് ഇതിനകം കണ്ടത്. അവരിൽ പലരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ചിലരുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് കിട്ടിയത്. അപകടത്തിന് തൊട്ടുമുമ്പ് പകർത്തിയ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണണം. വളരെ സന്തോഷത്തോടു കൂടി 3 നാളപ്പുറം വരാൻ പോകുന്ന പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിനുള്ള കുഴിമിന്നലുകളും അമിട്ടുകളും നിറയ്ക്കുന്ന തിരക്കിലായിരുന്നു. അതും 12 വർഷം ഈ പൂരം നടത്തി പരിചയമുള്ള ലൈസൻസി മുണ്ടത്തിക്കുടി സതീശന്റെ ജീവനക്കാരായിരുന്നു ഇവരിൽ പലരും സ്ഥിരം ഈ വെടിമരുന്ന് ശാലകളിൽ പണിയെടുക്കുന്നവരല്ല. അതിൽ ജീപ്പ് ഓടിക്കുന്നവരുണ്ട്, സിനിമാശാലകളിൽ ടിക്കറ്റ് വിൽക്കുന്നവരുണ്ട്. എന്നാൽ ഈ മനുഷ്യരെല്ലാവരും പൂരത്തിന് ഒരുമിച്ച് കൂടും. 40ഓളം ആളുകൾ 4-5 കമ്പപ്പുരകളിലായിട്ട് ആ വെടിമരുന്ന് നിറയ്ക്കും. അവർ പാട്ടും ആട്ടവും ഒക്കെയായി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പണി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഈ സതീശന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു ഈ തൊഴിലാളികളെല്ലാം. സതീശന് 12 വർഷമായി ഈ വെടിമരുന്ന് നിറയ്ക്കാൻ ആവശ്യമായ ലൈസൻസ് ഉണ്ട്. ഏറ്റവും പരിചയസമ്പന്നരായ ലൈസൻസിയുടെ സ്ഥാപനത്തിലാണ് ഈ അപകടം നടന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. അപകടത്തിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പ് പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വളരെ സന്തോഷത്തോടു കൂടി അവർ ഈ പ്രധാനപ്പെട്ട ഇക്കുറിയും തിരുവമ്പാടിയുടെ വെടിമരുന്ന് ശേഖരത്തിലെ ഗംഭീരമായ പ്രകടനത്തിന് വേണ്ടി കാഴ്ചയിരിക്കുന്ന കാണികളെ കൂടുതൽ ആവേശത്തിലാഴ്ത്താൻ പറ്റുന്ന മരുന്നുകളാണ്. നോക്കൂ, അതിൽ സ്ത്രീകളുണ്ട്, വയോധികരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഇതാ വിൽസൺ വെടിമരുന്ന് നിറയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് അല്പസമയം മുമ്പ് അവിടെ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ്. ഈ വെടിമരുന്ന് ശാലയിലാണ് അപകടമുണ്ടായത്. ഇവരിൽ എത്ര പേർ അവശേഷിക്കുന്നുവെന്ന് ഒരു നിശ്ചയവുമില്ല എന്നുള്ളതാണ്. പ്രായമേറിയ സ്ത്രീകൾ മുതൽ വയോധികരായിട്ടുള്ള ആളുകളും ചെറുപ്പക്കാരുമടക്കം വ്യത്യസ്ത തരത്തിലുള്ള വെടിമരുന്ന് നിർമ്മിക്കുകയും പടക്കങ്ങളും കതിനകളും കുഴിമിന്നലുകളും ഒക്കെ അമിട്ടുകളും ഒക്കെ നിർമ്മിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അപകടത്തിന് അല്പസമയം മുമ്പ് പകർത്തിയ ദൃശ്യങ്ങളാണിവ. അതിനുശേഷം ഉഗ്ര സ്ഫോടനമുണ്ടായി. ഇവരിൽ പലരുടെയും ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിപ്പോയി. പലരും ജീവനോടെയില്ല. വിൽസനെ പോലെയുള്ള ആളുകൾ പുക വരുന്നു എന്ന് കണ്ട ഉടനെ തന്നെ രക്ഷപ്പെടാൻ ആർത്തു വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പായുന്ന കാഴ്ചയാണ്. പക്ഷേ വിൽസനെ പോലെ കുറച്ചുപേർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. 40 പേർ ഈ സമയം വ്യത്യസ്ത ശാലകളിലായിട്ട് പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഈ സ്ഫോടനത്തിൻ്റെ ശബ്ദം നാട്ടുകാരിലും ഭീതിയുണ്ടാക്കി. ഉഗ്ര സ്ഫോടനത്തിൻ്റെ പ്രകമ്പനത്തിൽ സമീപത്തെ വീടുകൾക്കും നാശനഷ്ടമുണ്ടായി. മിക്ക വീടുകളുടെയും ജനൽച്ചില്ലുകൾ തകർന്നു. ഒരു കുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇക്ബാൽ ഇറക്കൽ ഈ വീടുകളിൽ എത്തിയപ്പോൾ അവർ പ്രതികരിച്ചതുകൂടി കേൾക്കാം. ഈ അപകടം നടന്നതിന്റെ സമീപത്ത് തന്നെയുള്ള ഒരു വീടാണ്. ഏകദേശം ഒരു 200 മീറ്റർ ദൂരത്താണ് ഈ അപകടം നടന്നത്. വീടിനകത്തായിരുന്നു ആ സമയത്ത്? ഞാൻ പുറത്തായിരുന്നു, ഇവരെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് തുറന്നു കിടക്കുക കാരണം ഞങ്ങൾ കുട്ടീനെയും കൊണ്ട് ഓടി, പുറത്തേക്ക് ഇറങ്ങി ഓടി. അമ്മ ഉണ്ടായിരുന്നു, ഞങ്ങള് 4 ആളുണ്ടായിരുന്നു ഉള്ളില്. എന്താ സംഭവിക്കണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞറിഞ്ഞില്ല. ഭയങ്കര ശബ്ദത്തിലായിരുന്നു. അപ്പൊ ഞാനും കൂടിയിട്ട് അവിടെ കിടക്കായിരുന്നു. ഞങ്ങൾ കുട്ടീനെയും കൊണ്ട് ഞാൻ ഓടി. പിന്നെ കൂടെയുള്ളവരും എല്ലാവരും ഇറങ്ങി ഓടി റോഡിൽ അങ്ങോട്ട് പോയി. അവിടെ പോയി ആദ്യം ഒരെണ്ണം പൊട്ടി. അപ്പൊ അവിടെ ഇതിങ്ങനെ സാമ്പിള് പൊട്ടിച്ച് നോക്കാറുണ്ട്. അങ്ങനെ പൊട്ടുകയാണെന്നാണ് വിചാരിച്ചത്. പിന്നെ അങ്ങോട്ട് ഭയങ്കര ശബ്ദത്തിൽ അങ്ങോട്ട് ഭയങ്കര സ്ഫോടനായി പൊട്ടി. അതെ അതെ. അപ്പൊ ഇവിടേക്കൊക്കെ ഭയങ്കര പ്രഷർ കയറി. അതെ, ഞാനും വൈഫും പിള്ളേരും കിടക്കായിരുന്നു. ഈ മുറിയിലായിരുന്നു. പെട്ടെന്നൊരു ഭൂമി കുലുക്കം പോലെയാണ് ഇത് വന്നത്. പിന്നെ എല്ലായിടത്തും ഞങ്ങളെല്ലാവരും ഇറങ്ങി ഓടി. ഇവിടെ ഈ സെൻറ്ററിൽ വരെ അവിടെ നിന്ന് വന്നിട്ട് പൊട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങി ഓടി ഇവിടുന്ന്. പിന്നെ ഒരു കുറേ സമയത്ത് ഇത് ഫുള്ളായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സമയം പൊട്ടിക്കൊണ്ടേ. അതെ അതെ അതെ. ടി വി ഒക്കെ തകർന്നു. എല്ലാം തകർന്നുപോയി. അതുകൊണ്ട് ആ നാട്ടുകാരെല്ലാം ചോദിക്കുന്നത് ഇനി എന്താണ് തങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഉച്ചയ്ക്ക് എല്ലാവരും സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു അപകടം ഈ നാട്ടിൽ വെച്ച് ഉണ്ടാവുന്നത്.